ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ പരീക്ഷ അടുത്ത് വന്നിരിക്കുകയാണ്. ഇനി കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ പരീക്ഷയ്ക്ക്. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഒരു എക്സാമിനോടനുബന്ധിച്ച് വീക്കായിട്ടുള്ള സ്റ്റുഡൻസിനും നമ്മൾ പഠിച്ച ടോപ്പിക്കുകളൊക്കെ ഇല്ലേ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ ക്ലാസ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. സോ വിത്തൗട്ട് എനി ഫർദർ ഡിലേ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പം നമ്മുടെ +2-ൻ്റെ 15 ചാപ്റ്റേഴ്സിൽ നമുക്ക് പ്രൂഫുകളുണ്ട്, ന്യൂമറിക്കൽസ് പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേണുകൾ എങ്ങനെയാണെന്നുള്ളത് മോഡൽ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക? ആദ്യത്തെ ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻസ്, പിന്നെ 4 മാർക്ക് എന്ന് പറയുമ്പോൾ 4 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. അത് ക്വസ്റ്റ്യൻ പാറ്റേൺ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പം 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ന്യൂമറിക്കൽസ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ഒത്തിരിയും പ്രൂഫുകളായിട്ടൊന്നും ചോദിച്ചിട്ടില്ല. അപ്പം പ്രൂഫുകളുണ്ട്, പോരാതെ നമ്മുടെ കൂടെ അതിൻ്റെ ന്യൂമറിക്കൽസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് വേഗത്തിലൊന്ന് ഓടിച്ചൊന്ന് പറഞ്ഞു പോകാം. നിങ്ങൾക്ക് ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ ഞാൻ അതിൻ്റെ ടോപ്പിക്കുകൾ ഞാൻ വേഗം എടുത്ത് ഇട്ടേക്കാം. ഇനിയിപ്പോൾ സമയം ഒത്തിരി ഒന്നും ഇല്ല, എന്നാലും പറ്റാവുന്ന അത്രയും സ്പീഡിൽ ഞാനത് അപ്ലോഡ് ചെയ്തിട്ടേക്കാം. അപ്പം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ചാർജസ് എന്നുള്ള ചാപ്റ്ററിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്, നിങ്ങൾക്കറിയാവുന്ന കുറച്ച് ടോപ്പിക്കുകളാണ്. അത് ഇലക്ട്രിക് ഡയപോളിൻ്റെ ആക്സിയൽ പോയിൻറ്റും ഇക്വറ്റോറിയൽ പോയിൻറ്റും. ഇലക്ട്രിക് ഡയപോളിൻ്റെ ആക്സിയൽ പോയിൻറ്റിലും ഇക്വറ്റോറിയൽ പോയിൻറ്റിലും നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താൻ പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. ഒന്നെങ്കിൽ അത് ആക്സിയൽ പോയിൻറ്റിലായിരിക്കാം, അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ പോയിൻറ്റിലായിരിക്കും. ഇതിലേതെങ്കിലും ഒരു ടോപ്പിക്ക് വരാൻ 90% ഷ്യൂരിറ്റി നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ അതിലെ ഇക്വേഷൻസ് ശ്രദ്ധിക്കുക. ആക്സിയൽ പോയിൻ്റ് ഇക്വേഷൻസ് ഓർമ്മയിരിക്കുക. ആക്സിയൽ പോയിൻറ്റും ഇക്വറ്റോറിയൽ പോയിൻറ്റും മിക്കവാറും സ്റ്റുഡൻസ് തിരിഞ്ഞു പോകും, എഴുതുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. ആക്സിയൽ പോയിൻറ്റിൽ ഏതാണ് ഇക്വേഷൻ? ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ആക്സിയൽ പോയിൻറ്റ് ഈസ് 1/4πε0 2p/r³. ഇത് വെക്റ്റർ ഫോമുല എഴുതാൻ ചോദിക്കുന്നെങ്കിൽ നിങ്ങൾ ഒത്തിരി പേടിക്കൊന്നും വേണ്ട. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഏറ്റവും എളുപ്പമുള്ളതായിരിക്കും. എളുപ്പമാണോ ടഫാണോ എന്ന് നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും വെക്റ്റർ ഫോമിലൊക്കെ എഴുതാൻ ചോദിക്കുകയാണെങ്കിൽ ഏതാണോ തന്നിരിക്കുന്ന r³ ആണെങ്കിൽ, ഇപ്പോൾ r ആണ് അതിൻ്റെ വെക്റ്റർ ഡയറക്ഷൻ, അപ്പം r³ ഡയറക്ഷനിലായിരിക്കും. ഇത് r1 ആണെങ്കിൽ r1³ എന്നുള്ള കണ്ടീഷൻ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. വെക്റ്റർ ഫോമിൽ എഴുതാൻ ശ്രമിക്കുക. അതേപോലെ കൂളംസ് ലോ ഇൻ വെക്റ്റർ ഫോം എന്ന് ചോദിക്കാം. 1 മാർക്ക് ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. നന്നായിട്ടൊന്ന് ഒരു മിനിറ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് അതിനനുസരിച്ച് ആൻസർ എഴുതാൻ ശ്രമിക്കുക. പ്രൂഫുകൾ മാക്സിമം നിങ്ങൾ എഴുതി പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൂഫുകൾ അത്രയും എടുക്കാനുള്ള സമയം നിങ്ങൾക്ക് ലാഭിക്കാം. നിങ്ങൾക്ക് ബാക്കിയുള്ള സമയം നിങ്ങളുടെ ന്യൂമറിക്കൽസിനകത്ത് ഉപയോഗിക്കാം. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ആക്സിയൽ പോയിൻ്റുള്ളത്, അതേപോലെ ഇലക്ട്രിക് ഫീൽഡ് ഇക്വറ്റോറിയൽ പോയിൻ്റ് 1/4πε0 p/r³. എവിടെയാണ് മാക്സിമം ചോദിച്ചാൽ എവിടെയായിരിക്കും? അറ്റ് ആക്സിയൽ പോയിൻ്റിലായിരിക്കും അത് മാക്സിമം. ആ ഒരു കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൂഫ് നമുക്ക് ചോദിക്കാൻ ചാൻസസ് ഉള്ളതാണ്. അപ്പോൾ ഇത് 2 പ്രൂഫും പഠിച്ചു വെച്ചേക്കാം. ഏത് വരുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, എന്നാൽ 2ഉം പഠിച്ചു വെച്ചേക്കാം. ഇനി അതുപോലെ തന്നെ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ള കാര്യം ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ്സ് എ സ്പേസ് അറൗണ്ട് എ ചാർജ് ഇൻ വിച്ച് എ ടെസ്റ്റ് ചാർജ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ്. ഒരു ടെസ്റ്റ് ചാർജിന് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്പേസിനെയാണെന്ത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കുക. ഇലക്ട്രിക് ഫീൽഡിൻ്റെ അപ്പം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ബേസിക് ഇക്വേഷൻ ഓർത്തിരിക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് പെർ ചാർജ്. അപ്പം യൂണിറ്റ്, എല്ലാത്തിൻ്റെ യൂണിറ്റ് പഠിച്ചു വെച്ചോ. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നമ്മുടെ പുസ്തകം ഉണ്ടെങ്കിൽ പുസ്തകത്തിനകത്തിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഓടിച്ച് ചോദിക്കുക. അതേപോലെ തന്നെ യൂണിറ്റുകളെല്ലാം ഒന്ന് പഠിച്ചു വെച്ചു. ചിലപ്പോൾ നമുക്ക് യൂണിറ്റുകൾ ചോദിക്കാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. നമ്മൾ ഇത്രയൊക്കെ പഠിച്ചു വെച്ചു, നമ്മൾ ഒരു വർഷം എടുത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ട് ചെറിയ യൂണിറ്റുകൾ നമ്മുടെ മാർക്കുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പം ഈ ഇലക്ട്രിക് ഫീൽഡ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? Newton/Coulomb. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് ചാപ്റ്ററിലെ ചാർജുകളുടെ നമ്പേഴ്സ് ചോദിക്കാം. അപ്പം ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കാം. ചാർജസ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തിന് ഈക്വലായിരിക്കും? Q = +or-NE എന്നുള്ള കണ്ടീഷൻ. N എന്നുള്ളതാണ് നമ്പർ ഓഫ് ചാർജസ്, E ഈസ് ദ ചാർജ്. ഇലക്ട്രോണിൻ്റെ ചാർജാണ്. ഇലക്ട്രോണോ പ്രോട്ടോണോ, അപ്പം രണ്ടിനും ഒരേ ചാർജ് തന്നെയാണ്, ഡയറക്ഷൻസ് ഓപ്പോസിറ്റ് ആണെന്നേ ഉള്ളൂ. ഇപ്പോൾ ചോദിക്കാം 10 കൂളം ചാർജിൽ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ്? 10 കൂളം ചാർജിൽ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ്? അപ്പം ഇവിടെ Q എന്നുള്ളിടത്ത് എന്തായി? Q = 10 കൂളം എന്നായി.
ഇ എന്നുള്ളതിൻ്റെ വാല്യൂ ഓർത്തിരിക്കുക 1.6 × 10⁻⁻19 ഈ ചാർജാണ് കൂളം. n കണ്ടെത്താം. n എന്തായിരിക്കും Q/E. അപ്പം എത്ര ചാർജ് നിങ്ങൾക്ക് തന്നോട്ടെ, പരീക്ഷയ്ക്ക് ഏത് വാല്യൂ, അത് പ്ലസ്സോ മൈനസോ എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്നിൻ്റെ വാല്യൂ നമ്പറാണ്. ഒരിക്കലും എന്നിൻ്റെ വാല്യൂ എന്ത് കൊടുക്കരുത്, മൈനസ് വാല്യൂ കൊടുക്കരുത്. അത് നമ്പറല്ലേ. നമ്പർ എന്ന് പറയുമ്പം ഇറ്റ് ക്യാൻ ബി 0 ഓർ ഇറ്റ് വിൽ ബി എ പോസിറ്റീവ് വാല്യൂ. ഒരിക്കലും അത് നെഗറ്റീവ് വാല്യൂ ആകത്തില്ല. അപ്പം ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കാം. വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് ഗോസസ് ലോ. ഗോസസ് തിയറത്തെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഗോസസ് തിയറം എന്താണെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റും ഒന്ന് പഠിച്ചു വെച്ചോണം നന്നായിട്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഏതാ, നമ്മുടെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് പാസിംഗ് ത്രൂ എ ഗോസിൻ സർഫസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ഇറ്റ് എന്നുള്ള ആ കണ്ടീഷൻ നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ചോണം. അതിൻ്റെ ഇക്വേഷൻ കൂടി ക്ലോസ്ഡ് ഇൻ്റഗ്രൽ E.ds ഈസ് ഈക്വൽ ടു Q enclosed by ε0. അപ്പം നമ്മുടെ ഗോസസ് തിയറത്തെ ബേസ് ചെയ്തിട്ട് 3 ആപ്ലിക്കേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഗോസസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യുക. ഒന്ന് ലീനിയർ ചാർജ് ഡെൻസിറ്റി, സർഫസ് ചാർജ് ഡെൻസിറ്റി, പിന്നെ വോളിയം ചാർജ് ഡെൻസിറ്റി. ഇങ്ങനെ 3ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലീനിയർ ചാർജ് ഡെൻസിറ്റി, അതേപോലെ സർഫസ് ചാർജ് ഡെൻസിറ്റി ചോദിക്കാം. ഇതിൽ 3നും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം ഒരെണ്ണം ചോദിക്കും. സാധാരണ കുറച്ച് കാലം മുമ്പ് വരെ കണ്ടിരുന്നത് സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ ഇൻസൈഡ് ഓൺ ദ സർഫസ് ഔട്ട് സൈഡാണ്. പക്ഷേ ഇപ്പോഴങ്ങനല്ല. ലീനിയർ ചാർജ് ഡെൻസിറ്റി നമ്മൾ ആ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു λ/2πr∈0 എന്നുള്ള കണ്ടീഷൻ, ഇത് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നുണ്ട് ഇപ്പോൾ. അതേപോലെ സർഫസിലുള്ളത് ഈക്വൽ ടു σ/2ε0 ഇതും ചോദിക്കുന്നുണ്ട്. അതേപോലെ സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ ഇൻസൈഡ് ഓൺ ദ സർഫസ് ഔട്ട് സൈഡ്, ഈ ഒരു കാര്യം പരീക്ഷയ്ക്ക് എടുത്തിട്ട് ചോദിക്കുന്നുണ്ട്. ഈ ഒരു കണ്ടീഷൻ വേഗത്തിലൊന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. ഇലക്ട്രിക് ഫീൽഡ് അത് ഗോസസ് തിയറി ഉപയോഗിച്ച് ഒരു ലീനിയർ ചാർജ് ഡെൻസിറ്റി വേഗത്തിലൊന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. ഒരു ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ മാത്രം ഇത് കണക്കാക്കുക. വേഗത്തിലൊന്ന് നിങ്ങളുടെ കയ്യിലുള്ള നോട്ടുകൾ നിങ്ങൾ കൈ വെച്ച് ചെക്ക് ചെയ്തോണം. നമ്മൾ പഠിപ്പിച്ച നോട്ടുകളൊന്ന് ചെക്ക് ചെയ്യണം. കൂട്ടത്തിൽ ഈ പറയുന്ന പോയിന്റുകളൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി, നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്ന ടൈമിൽ വൈകിട്ടൊക്കെ ഇരുന്ന് ഇന്നിപ്പോൾ ഒന്ന് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് കേൾക്കാം. അപ്പം ലീനിയർ ചാർജ് ഡെൻസിറ്റിയുടെ ഇലക്ട്രിക് ഫീൽഡ് അത് ശ്രദ്ധിച്ചോണം. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റി ലോങ് സ്ട്രേറ്റ് വെയർ എന്നൊക്കെ ചോദിക്കാം. ഇലക്ട്രിക് ഫീൽഡാണ്. നമ്മൾ മാത്സ് ഫീൽഡിലും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററുകളെല്ലാം കമ്പയർ ചെയ്ത് പഠിച്ചാലേ ശരിയാവത്തുള്ളൂ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഇൻഫിനിറ്റി ലോങ് സ്ട്രേറ്റ് വെയർ എന്നാണെങ്കിൽ ആദ്യം ഇൻഫിനിറ്റി ലോങ് എന്നല്ല, ഒരു സ്ട്രേറ്റ് വെയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം ഇവിടെ ചാർജുകളെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചൂസ് ചെയ്യും? ഒരു ഗോസിയൻ സർഫസ് എടുത്തു. ഗോസിയൻ സർഫസിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതൊരു ഇമാജിനറി സർഫസ് ആയിരിക്കും. ഇമാജിനറി സർഫസ് ആണെന്ന് കാണിക്കാൻ നമ്മുടെ ഇതിനെ ഡോട്ടൽ ലൈൻസ് കൊണ്ട് സ്പെസിഫൈ ചെയ്താലും മതി. ഇത് ഗോസിയൻ സർഫസാണ്. വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, ഇത് എന്താണെന്നുള്ളത് എഴുതിയിരിക്കണം. ഇതൊരു വയറാണെന്നുള്ള കണ്ടീഷൻ കൊടുക്കുക. ഇത് ഗോസിയൻ സർഫസാണ്. ഗോസിയൻ സർഫസ്. ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടെത്തേണ്ടത്. ഈ വയറിൻ്റെ ലെങ്ത് അത് തന്നെയായിരിക്കും ഗോസിയൻ സർഫസിൻ്റെ ലെങ്തും എല്ലായിട്ട് ചൂസ് ചെയ്തു. ഈ തന്നിരിക്കുന്ന വയറിൻ്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ എന്നാണ്. ലാംഡയാണ് ചാർജ് ഡെൻസിറ്റി. ലാംഡ ഈക്വൽ ടു ചാർജ് പെർ ലെങ്ത്. ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താൻ ഗോസസ് തിയറി ഉപയോഗിക്കാം. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ E.ds ഈസ് ഈക്വൽ ടു Q enclosed ഡിവൈഡഡ് ബൈ ε0. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പ്രൂഫാണ്. അതേപോലെ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ, അപ്പം ഇ ആണ് കണ്ടെത്തേണ്ടതെങ്കിൽ ഇ ഇൻറ്റു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ds ഈസ് ഈക്വൽ ടു Q enclosed. അപ്പം ചാർജ് എൻക്ലോസ്ഡാണ് കണ്ടെത്തേണ്ടത്. ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? λL. അപ്പം ഈ Q ഈക്വൽ ടു λL എന്നുള്ള കണ്ടീഷൻ ഇവിടെ നമുക്ക് കൊടുക്കാം. അപ്പം λL ഡിവൈഡ് ബൈ ε0 ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ds. അപ്പം ഇ ഇൻറ്റു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ds എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ds ഇവിടെ തന്നിരിക്കുന്ന ഗോസിയൻ സർഫസിൻ്റെ സർഫസ് ഏരിയ. അപ്പോൾ സിലിണ്ടർ ആയതുകൊണ്ട് സർഫസ് ഏരിയ എത്രയായിരിക്കും? 2πRh. 2πRh. h അതിൻ്റെ ഹൈറ്റാണ്. ഇപ്പോൾ ഇവിടെ h എന്ന് പകരം എന്താ? അതിൻ്റെ ലെങ്ത്. അപ്പം 2πRL ഈസ് ഈക്വൽ ടു λL/ε0. അപ്പോൾ ഫൈനൽ ഇക്വേഷൻ നമുക്ക് ചെയ്യാവുന്നുള്ളൂ. എല്ലും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ എന്ത് വരും? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു λ/2πr∈0. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൂഫാണ്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൂഫ് ചെയ്യാൻ പറ്റും.
ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റി ലോങ് സ്ട്രേറ്റ് വയർ. ഇതൊന്ന് ശ്രദ്ധിച്ചോണം. അതേപോലെ രണ്ടാമത്തെ കേസിൽ സർഫസിൻ്റെ കേസിലും അതായത് നോട്ട് തന്നിട്ടുള്ളതിൽ ഒന്ന് വായിച്ചു നോക്കണം. ഏതാ നമ്മുടെ സർഫസ് ചാർജ് ഡെൻസിറ്റിയുടേതും അതേപോലെ ഗോസിയൻ സർഫസിൻ്റെ ഇൻസൈഡും ഓൺ ദ സർഫസും ഔട്ട് സൈഡും. ഇൻസൈഡ് എപ്പോഴും എങ്ങനെയായിരിക്കും? ഇൻസൈഡ് കണ്ടീഷനിൽ എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ഇതൊന്ന് ഓർത്തിരുന്നോ. ഓൺ ദ സർഫസിൽ എപ്പോഴും σ/ε0 ആയിരിക്കും. ഔട്ട് സൈഡ് ആണെങ്കിൽ നമ്മൾ ഔട്ട് സൈഡ് ഒരു ഗോസിയൻ സർഫസ് ചൂസ് ചെയ്യണം. ആ ഗോസിയൻ സർഫസിൻ്റെ റേഡിയസിനനുസരിച്ച് വേണം നമ്മൾ ആ ഇക്വേഷൻ എഴുതി പോകാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ തിയറി സെക്ഷനിൽ പഠിക്കേണ്ട കാര്യങ്ങൾ ഓരോന്നായിട്ട് എടുത്തു പറയാം. ഇലക്ട്രിക് ഡയപോളിൻ്റെ ആക്സിയൽ പോയിൻറ്റിലെയും ഇക്വറ്റോറിയൽ പോയിൻറ്റിലെയും ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തുന്നത് ഓർത്തിരിക്കുക. അതേപോലെ ഗോസസ് തിയറം എന്താണെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ച് വെച്ചോണം. ഗോസസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനായിട്ട് വരുന്ന ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രേറ്റ് വെയർ, അതേപോലെ സർഫസ് ചാർജ് ഡെൻസിറ്റി, അതേപോലെ സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ ഇൻസൈഡ്, ഓൺ ദ സർഫസ്, ഔട്ട് സൈഡ്. ഈ 3 കാര്യങ്ങൾ വൃത്തിയായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോണം. പിന്നെ ഇതിൻ്റെ ന്യൂമറിക്കൽസ് ആയിട്ട് വരുന്ന ആദ്യം നമ്മൾ പറഞ്ഞ ചാർജ് ഈക്വൽ ടു +or-ne എന്നുള്ള കണ്ടീഷനിൽ നമ്പേഴ്സ് കണ്ടെത്താൻ ചോദിക്കാം. എത്ര നമ്പർ ഓഫ് ചാർജസ് ഉണ്ട് ഇത്ര കൂളം ചാർജിൽ എന്നുള്ള കണ്ടീഷൻസ് ചോദിക്കാം. അതേപോലെ ചിലപ്പം ഡയപോൾ മൊമെൻറ്റ് എന്താണെന്നുള്ളത് ചോദിക്കാം. ഡയപോൾ മൊമെൻറ്റ് P = 2AQ. അപ്പോൾ എപ്പോഴും ചിലവർ തെറ്റിക്കുന്നതാണ്. 2A എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ആ ചാർജുകൾ തമ്മിലുള്ള അകലമാണ് 2A. അല്ലാതെ 2 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യരുത് ഡിസ്റ്റൻസിന്. 2A എന്ന് പറഞ്ഞാൽ എന്താ? ആ ഡിസ്റ്റൻസിനെ തന്നെയാണ് ചൂസ് ചെയ്യിക്കുന്നത്. 2 ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണെന്ത് ഈ തന്നിരിക്കുന്ന 2A എന്നുള്ള കണ്ടീഷൻ. അതൊന്ന് ഓർത്തിരുന്നോ. പിന്നെ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ ന്യൂമറിക്കൽ